യേശു എന്തുകൊണ്ട് 30 വയസ്സ് വരെ കാത്തിരുന്നു? യേശുക്രിസ്തുവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തി ഉണ്ടായിരുന്നു. രോഗികളെ സൗഖ്യമാക്കാൻ കഴിവുണ്ടായിരുന്നു. സുവിശേഷം പ്രസംഗിക്കാൻ അധികാരമുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് അവൻ 30 വയസ്സ് വരെ കാത്തിരുന്നു? ലൂക്കോസ് 3:23 പറയുന്നത്, യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. എന്തുകൊണ്ട് യേശു 30 വയസ്സ് വരെ കാത്തിരുന്നു? ഒന്നാമതായി, അത് ദൈവത്തിൻ്റെ സമയം ആയിരുന്നു. ഗലാത്യർ 4:4 നാം വായിക്കുന്നത്, എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചു എന്നാണ്. യേശു കർത്താവ് തൻ്റെ പ്രവർത്തനം തുടങ്ങിയത് സ്വന്തം സമയം അനുസരിച്ചല്ല, പിതാവിൻ്റെ സമയമാണ് പിന്തുടർന്നത്. രണ്ടാമതായി, അത് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. യോസേഫ് 30-ാം വയസ്സിലാണ് ഭരണാധികാരിയായി മാറിയത്. ഉൽപ്പത്തി പുസ്തകം 41:46 നാം അത് വായിക്കുന്നു. യോസേഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സ് ആയിരുന്നു. ദാവീദ് 30-ാം വയസ്സിൽ രാജാവായി. നാം അത് വായിക്കുന്നത് 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലാണ്. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അതുപോലെ പുരോഹിതന്മാർ 30-ാം വയസ്സിലാണ് അവരുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. സംഖ്യാപുസ്തകം 4:2 വാക്യം. ലേവ്യരിൽ വെച്ച് കെഹാത്യരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ എന്ന് നാം വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു യഥാർത്ഥ രാജാവും മഹാപുരോഹിതനും ആണ്. മൂന്നാമതായി, അത് ഒരുക്കത്തിൻ്റെ സമയം ആയിരുന്നു. മർക്കോസ് 6:3 ആളുകൾ ചോദിച്ചു, ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? 30 വർഷം യേശു ഒരു സാധാരണ ജീവിതം ജീവിച്ചു. നമ്മെപ്പോലെ കുടുംബത്തിൽ, ജോലിയിൽ, അനുസരണത്തിൽ, ഇതിലൊക്കെ അവൻ വിശ്വസ്തനായിരുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഓർക്കുക, നസ്രയത്തിലെ 30 വർഷങ്ങൾ യേശുക്രിസ്തുവിന് പാഴായില്ല. ദൈവം യേശുവിനെ തൻ്റെ ശുശ്രൂഷയ്ക്കായി ഒരുക്കുകയായിരുന്നു. അതുപോലെ ദൈവം നിങ്ങളെയും ഒരുക്കുന്നുണ്ടാകാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാത്തിരിപ്പ് അതൊരിക്കലും വ്യർത്ഥമാവുകയില്ല. അവൻ്റെ സമയം വരുമ്പോൾ ആരും അടയ്ക്കാൻ കഴിയാത്ത വാതിൽ അവൻ നമുക്കായി തുറക്കും. ദൈവത്തിൻ്റെ സമയത്തെ വിശ്വസിക്കുക. അവൻ നിങ്ങളെ മറന്നിട്ടില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.